10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമോൻ മതിമറന്ന് സ്വയംഭോഗം ചെയ്യുന്നു. എന്നെ കണ്ടപാടെ ചെറുക്കൻ ചാടി എഴുന്നേറ്റ് മുഖം തിരിച്ചു. ഒരാവശ്യവുമില്ലാതെ വെറുതെ അവൻ്റെ മുറിയുടെ ജനാല ഒന്ന് തുറന്നു നോക്കിയതാണ്. വേണ്ടായിരുന്നു. കണ്ണുകൾ ശരിക്കും ഞെട്ടിപ്പോയി. അന്ന് ഉച്ചയൂണ് കഴിഞ്ഞപ്പോൾ പതിവ് പോലെ ഒരു ബീഡിയും കത്തിച്ച് വീടിന് ചുറ്റും ഞാൻ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെയൊരു അശ്ലീല സംഭവത്തിന് യാദൃശ്ചികമായി സാക്ഷിയാകേണ്ടി വരുന്നത്. അല്ലെങ്കിലും ഒരപ്പൂപ്പൻ കാണേണ്ട കാഴ്ചയായിരുന്നുവോ അത്? എനിക്കങ്ങ് വല്ലാണ്ടായി. മീശ കിളിർക്കാത്ത ചെറുമോൻ്റെ കയ്യിലിരിപ്പ് ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നോർത്ത് ഞാൻ അവൻ്റെ അച്ഛനോട് കാര്യം പറയാൻ തീരുമാനിച്ചു. പറഞ്ഞു അച്ഛ, അവനെന്തു പറ്റി? എനിക്കത് പറയാൻ തോന്നിയില്ല. ഒരച്ഛൻ മോനോട് പറയേണ്ട കാര്യമാണോ ഇത്? ചെറുക്കൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ല എന്ന് മാത്രം പറഞ്ഞ് ഞാൻ പുറത്തേക്ക് പോയി ഒരു ബീഡി കൂടി കത്തിച്ചു. കാലം പോയൊരു പോക്കേ. കുഞ്ഞുങ്ങളൊക്കെ അങ്ങ് നശിച്ചുപോയി, വിവരമില്ലാതായിപ്പോയി. ഇതിനെല്ലാം ഒരു പ്രായവും കാലവുമൊക്കെ ഇല്ലേ? പണ്ട് എൻ്റെ മൂത്ത സഹോദരൻ പത്മനാഭനെ പുളിമരത്തിൽ കെട്ടിയിട്ട് അച്ഛൻ തല്ലിയത് ഇതേ കാരണത്തിലാണ്. രാത്രി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് അതുവരെ മുങ്ങി നടന്ന വിദ്വാനെ ഞാൻ വീണ്ടും കാണുന്നത്. അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നതേയില്ല. ഇവനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കാനായെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ ആകെ ചൂളിപ്പോയി. അച്ഛൻ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് മോൻ ചോദിച്ചപ്പോൾ ഹേയ് ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇടമൊഴിയുകയും ചെയ്തു. പിറ്റേന്ന് സ്കൂളിലേക്ക് പോകാൻ നേരം ചെറുക്കനെ വിളിച്ച് ഇനി മേലാൽ ഇങ്ങനത്തെ തെറ്റുകളൊന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. അവൻ അതും കേട്ട് തല കുനിച്ച് നിന്നു. തൽക്കാലം ആരോടും യാതൊന്നും പറയുന്നില്ല എന്നും എന്തായാലും നീ എൻ്റെ കൊച്ചുമോനല്ലേ എന്നും പറഞ്ഞ് ഞാൻ അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അപ്രതീക്ഷിതമായി അവൻ്റെ ജനാല തുറക്കുന്നതും പഠിക്കേണ്ട നേരത്ത് കൃത്യമായി പഠിക്കാതെ മറ്റു വല്ല കലാപരിപാടികൾ നടത്തുന്നുണ്ടോ എന്നും എത്തി നോക്കുന്നത് എനിക്കൊരു ശീലമായി. ചുരുക്കത്തിൽ നേർവഴി തെറ്റുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി കണ്ടും കാണാതെയും ഞാൻ അവനെ വലം ചുറ്റി നടന്നു. ഒരിക്കൽ അവൻ്റെ സ്കൂളിൽ നിന്ന് വിളിച്ച് രക്ഷിതാക്കളോട് വരാൻ പറഞ്ഞു. പോയി വന്ന മോനോട് ഞാൻ കാര്യം തിരക്കി. ഈയിടെയായി കൊച്ചുമോൻ ക്ലാസ്സിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല പോലും. നന്നായി പഠിച്ചുകൊണ്ടിരുന്ന അവൻ വളരെ പിറകിലേക്ക് പോവുകയാണ് പോലും. ഇങ്ങനെ പോയാൽ കുട്ടി 10ൽ തോൽക്കുമെന്നും പറയാനാണ് വിളിപ്പിച്ചതെന്ന് അവൻ വ്യക്തമാക്കി. മകനും മരുമകളും എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിലാണ്. പിറ്റേന്ന് അവനെയും കൂട്ടി അവരുടെ പരിചയത്തിലുള്ള ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ വീട്ടിലേക്ക് മുൻകൂട്ടി വിളിച്ചറിയിച്ച് ഞങ്ങൾ പോയി. ചെറുമോൻ്റെ കാര്യമായതുകൊണ്ട് ഞാനും ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. അവനോട് മാത്രമായി 2 മണിക്കൂർ നേരം മുറിക്കകത്ത് നിന്ന് ഡോക്ടർ സംസാരിച്ചു. പുറത്ത് മോനും മരുമോളും ഞാനും പരസ്പരം ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്ക് മാത്രം അറിയുന്ന അവൻ്റെ ദുശ്ശീലമാണ് എല്ലാത്തിനും കാരണമെന്ന് ഡോക്ടറോട് പറയാൻ ഞാൻ തീരുമാനിച്ചിരുന്നു. അതാണ് വിളിക്കാതിരുന്നിട്ടും കാര്യമറിഞ്ഞപ്പോൾ എനിക്ക് കൂടെ കൂടേണ്ടി വന്നത്. എന്തു ചെയ്യാം, ചെറുമോൻ്റെ ഭാവിയുടെ കാര്യമായി പോയില്ലേ. വൈകാതെ അവനും ഡോക്ടറും പുറത്തേക്ക് വന്നു. കൊച്ചുമോനെ പുറത്തിരുത്തിയിട്ട് എന്നെയും വിളിച്ചുകൊണ്ട് ഡോക്ടർ അകത്തേക്ക് പോയി. അല്ലെങ്കിലും കുടുംബത്തിലെ ഗൗരവമായ പ്രശ്നങ്ങൾ എന്നെപ്പോലെ മുതിർന്നവരോട് തന്നെ ചർച്ച ചെയ്യണം. ഡോക്ടർ മിടുക്കൻ തന്നെ. പക്ഷേ നിങ്ങൾക്കൊക്കെ 10 പൈസയുടെ വിവരമുണ്ടോ മൂപ്പിന്നാരേ എന്ന് അച്ഛൻ്റെ പ്രായമുള്ള എന്നോട് ആ ഡോക്ടർ ചോദിച്ചു. മിതമായ സ്വയംഭോഗം തെറ്റല്ലെന്നും അതൊരു ജീവൻ്റെ ജനിതകപരമായ സ്വാതന്ത്ര്യവും ആവശ്യവുമാണെന്നും കേട്ടപ്പോൾ ഞാൻ കണ്ണുകൾ മിഴിച്ചങ്ങനെ നിന്നുപോയി. ആ നേരം എൻ്റെ ഉള്ളിൽ മുഴുവൻ അച്ഛൻ പണ്ട് പുളിമരത്തിൽ കെട്ടിയിട്ട് തല്ലിയപ്പോൾ ഉയർന്ന പത്മനാഭൻ്റെ കരച്ചിലായിരുന്നു. എല്ലാം അറിഞ്ഞപ്പോൾ മകനും മരുമകളും എന്നെ തുറിച്ചു നോക്കി. ഡോക്ടർ പറഞ്ഞ പ്രകാരം കുഴഞ്ഞിരിക്കുന്ന ചെറുമോനോട് ഞാൻ മാപ്പ് പറഞ്ഞു. അത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു. എൻ്റെ കൊച്ചുമോൻ്റെ ചിരിയുടെ മൂലയിലും ചിരി വിടർന്നു. അന്നു മുഴുവൻ അവർ തലങ്ങും വിലങ്ങും എന്നെ കളിയാക്കി. അതുതന്നെയായിരുന്നു ആ 10ാം ക്ലാസ്സുകാരൻ്റെ മാനസികമായ സുഖത്തിനുള്ള മരുന്ന്. കാര്യമറിയാതെ അവനെ തെറ്റുകാരനാക്കിയപ്പോഴും ഇടം വലം തിരിയാൻ വിടാത്ത വിധം വീട് മുഴുവൻ പിന്തുടർന്നപ്പോഴും അവൻ്റെ ബോധം അസ്ഥിരമാകുന്നുവെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയതേയില്ല.
ഒരു ജീവൻ്റെ അടിസ്ഥാന ഉണർവുകളുടെ ബോധം പോലും ഇല്ലാതെയാണ് കഴിഞ്ഞ കാലം അത്രയും ജീവിച്ചതെന്നോർത്തപ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ തല കുനിഞ്ഞുപോയി. ലൈംഗിക വിദ്യാഭ്യാസമില്ലാത്ത പ്രായത്തിൻ്റെ പ്രാണന് ഇതിലും ആത്മാർത്ഥമായി സ്വയം സഹതപിക്കാൻ മറ്റെന്ത് സന്ദർഭമാണല്ലേ വേണ്ടത്? താങ്ക് യു. കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത കഥയുമായി ഉടനെ കാണാം. താങ്ക് യു ഓൾ.